തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും അൻ തുത്റകൽ ഖലാസ്, നല്ല ഒട്ടകങ്ങൾ വരെ ആളുകൾ വാഹനം കയറാൻ ഉപയോഗിക്കൂല. വാഹനം കയറാൻ ഒട്ടകങ്ങളൊന്നും അല്ല, പുതിയ പുതിയ സംഗതികൾ ലോകത്ത് വരും. ഫലാ യുസ്ആ അലൈഹാ, ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുക എന്ന ഒരു ഉപകാരം ഒട്ടകത്തെ കൊണ്ട് കിട്ടാത്തൊരു കാലം വരും. പാല് ചുരത്ത് അതിന്റെ മീറ്റിന് ഇതിനൊക്കെ ഉപയോഗിക്കുന്നു. എന്തിനല്ല? യാത്ര ചെയ്യാനല്ല. അവിടുന്ന് പറയുമായിരുന്നു, നിങ്ങൾ യാത്ര ചെയ്യും അലാ മയാസിറ, വളരെ മിനുമിനുത്ത സോഫ്റ്റായ കുഷ്യനുള്ള സീറ്റുകളുള്ള വാഹനങ്ങളിൽ. അവര് മസ്ജിദിന്റെ മുമ്പിൽ വന്ന് പാർക്ക് ചെയ്യും, വാഹനങ്ങൾ നിർത്തും. നിങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. അതിവേഗം നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒട്ടകമല്ല എന്നും, എന്നാൽ ചാരി ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളുള്ള വാഹനങ്ങൾ. അത് കാറ്, ജീപ്പ് അങ്ങനെയൊന്നും നബി തങ്ങൾ പറഞ്ഞില്ല, പക്ഷേ തങ്ങൾ സൂചന നൽകി. ഫലാ യുസ്ആ അലൈഹാ, ഒരിക്കലും ആളുകൾ ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യാത്ത കാലം വരും. കുതിരപ്പുറത്ത്, കഴുതപ്പുറത്ത്, കാളവണ്ടികളിൽ ഇതൊന്നും ആൾക്കാർ യാത്ര ചെയ്യൂല. കാലം അല്ലേ മാറിയില്ലേ, എത്ര പെട്ടെന്നാണ്. സ്വദഖ്ത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് സത്യമായി പുലർന്നു നബിയേ. സ്വിൻഫാനി മിൻ അഹ്ലിൻ നാരി ലം അറഹുമാ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത രണ്ട് വിഭാഗം ആളുകൾ ഈ ലോകത്ത് ജനിക്കാൻ പോകുന്നുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടില്ല. ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ വടികൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിക്കുന്ന നിയമപാലകന്മാർ അവരെ വടികൊണ്ട് ജനങ്ങളെ അടിക്കും. വടികൊണ്ടടിക്കുന്ന നിയമപാലകന്മാർ. ലാത്തി വിഷയ അടിക്കുക എന്നൊക്കെ പറഞ്ഞ അതന്നെ. പക്ഷെ ഈ പറയുന്നത് ഒരു അക്രമത്തെ പിരിച്ചുവിടാനുള്ള അടിയെക്കുറിച്ചല്ല, വെറുതെ ആളുകളെ അടിക്കുന്ന നിയമപാലകന്മാർ. യദ്രിബൂന ബിഹന്നാസ്, അവര് ജനങ്ങളെ അടിക്കുന്നവരാണ്. അങ്ങനത്തെ ആളുകൾ ഇസ്ലാമിനെ സംബന്ധിച്ച്, ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ്. യുദ്ധമാണ് ബദർ, ഉഹദ്, ഖന്തഖ്, ഹുനൈൻ, തബൂക്ക് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കണം, മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ ആളുകൾ പുണ്യനബിതങ്ങളുടെ ജീവിതത്തിൽ നടന്ന 30-ലേറെ ചെറുതും വലുതുമായ സംഘട്ടനങ്ങളിൽ ശത്രുപക്ഷത്തു നിന്നും മുസ്ലിമീങ്ങളിൽ നിന്നും രണ്ടും കൂടെ മരിച്ചത് 1260 പേരാണ്. എത്ര? 1260. അതിൽ 30,000 സൈന്യങ്ങൾ പോയതുണ്ട്. 100,000 സൈന്യം സംബന്ധിച്ച യുദ്ധങ്ങളുണ്ട്. എല്ലാം കൂടെ 1260, 63 64 ആണ്. 1264. ഇതൊക്കെ ഒരു യുദ്ധം എന്ന് പറയാൻ പറ്റും? ഒരു യുദ്ധമല്ല, 40 യുദ്ധങ്ങളിലായി മരിച്ചവർ ഇത്ര പേരാണ്.